ഏതാ മോനെ തിരക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ അമ്പലത്തിൽ നിന്ന് കേറിയിട്ടില്ലേ, പുറത്തുള്ള വഴിയിലോട്ടാന്ന് പോയെ. നല്ല തിരക്കേനു. താലപ്പൊലിക്കാർ അമ്പലത്തിൽ കയറുന്ന സമയമായോണ്ട് തന്നെ അമ്പലത്തിന് ചുറ്റും നല്ല തിരക്കേനു. ഏകദേശം കൊടിയിറക്കത്തിന്റെ ടൈം ആവുമ്പോഴേക്കും നല്ല തിരക്കായി. നമ്മള് ചന്തയിലൂട്ട മെല്ലെ ഇഴഞ്ഞ് നീങ്ങുമ്പോഴേക്ക് അഭിജിത്തിനെയും ടീമിനെല്ലാം കണ്ടുമുട്ടി. അതിനിടയിൽ മറ്റൊരു സന്തോഷേ, പിന്നെ കുറച്ച് കഥയെല്ലാം പറഞ്ഞ് അവിടെ നിന്ന്. ചെറിയ പേടിയുണ്ടേനു. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞാന്ന്, എടാ ടിക്കറ്റ് ബ്ലാക്കിന് വിൽക്കാൻ ഞാൻ കേറുന്നില്ലാന്ന്. ഇറങ്ങുമ്പോഴേക്ക് എന്റെ കൈയും കാലിലും പറിച്ച്. ഏട്ടന്മാർക്ക് പിന്നെ ഒരു കുലുക്കുമില്ല. പിന്നെ അവര് വെടിക്കെട്ട് കാണാൻ പോയപ്പോ നമ്മളൊന്നും കൂടി ചന്തയും ചുറ്റി മസാലപ്പൊരിയും കോഴി മഞ്ചൂരിയും എല്ലാം കഴിച്ച് അത് കഴിഞ്ഞ് വരുമ്പോഴേക്ക് വെടിക്കെട്ട് തുടങ്ങി. വെടിക്കെട്ടെല്ലാം കഴിഞ്ഞ ശേഷം നാട്ടിലെ മെയിൻ ആൾക്കാരെല്ലാം കാണില്ല. പിന്നെ നമ്മൾ നേരെ വരശ്ശേരിയിലേക്ക് വിട്ട്. കടൽപ്പാലം നല്ല തിരക്കേനു. നമ്മൾ ഫീൽഡ് ബാൻ നോക്കിയിട്ട് തന്നെ വന്നത്. പക്ഷെ അവിടെ ക്ലോസ് ആയതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ 2 മണി കഴിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിച്ച ഐറ്റെല്ലാം തീർന്നിട്ടുണ്ടായിന്. പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ അതിന്റെ ഓപ്പോസിറ്റുള്ള കടയിൽ കയറി മധുരം ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് ഓളാ കല്ലുമ്മ കൈ വെച്ചെടുത്ത് കഴിച്ചത്. നമ്മൾ പിന്നെ ലൈം സോഡയും കുടിച്ച് വീട്ടിലെത്തുമ്പോഴേക്ക് കോഴി കൂവാനുള്ള സമയമായി.